വയനാട് ഉൾപ്പെടെ 4 മണ്ഡലങ്ങളിൽ കൂടി ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ മത്സരചിത്രം പൂർണ്ണം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 32 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകുന്നത്. അനീഷ്, കഴിഞ്ഞ ദിവസം ബിജെപിയുടെ 4 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. ഇതോടുകൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുകയും ചെയ്തു. വയനാട്ടിലേക്ക് കെ സുരേന്ദ്രൻ എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? പാർവതി, നേരത്തെ തന്നെ ഈ വടകര പോരാട്ടം കൊണ്ട് ഏറ്റവും ചൂരും നിറഞ്ഞ പോരാട്ടം നടക്കുന്ന ജില്ലകളിലൊന്നായി അല്ലെങ്കിൽ മേഖലകളിലൊന്നായി മലബാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഷാഫി പറമ്പിലും KK ശൈലജ ടീച്ചർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഇടമാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് അടുത്ത പോരിൻ്റെ ഒരു ചൂട് നീങ്ങുന്നത്. അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ എതിരിടുന്നത് ആനി രാജയാണ്, CPIയുടെ ദേശീയ നേതാവ്, ഏറ്റവും കരുത്തയ സ്ഥാനാർത്ഥി. അതിനൊപ്പമാണ് ഇപ്പോൾ BJP തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ വയനാട്ടിലേക്ക് നിയോഗിച്ചുകൊണ്ടത്. പോരാട്ടത്തിന് തങ്ങളും സജ്ജരാണ് എന്ന് അറിയിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമായ ഒരു ഇടമാണ് വയനാട്. കാരണം അദ്ദേഹം കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യുവജന സംഘടനാ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ശേഷം അദ്ദേഹം ആരംഭിച്ചത് ഒരുപക്ഷെ വയനാട്ടിൽ നിന്നാണ്. അവിടേക്കാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. വയനാട് യുവമോർച്ച ജില്ലാ അധ്യക്ഷനായി തുടങ്ങി അവിടെ നിന്നും സംസ്ഥാന സെക്രട്ടറി ആവുന്നു. പിന്നീട് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി മാറുന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ വയനാട് എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങൾ കെ സുരേന്ദ്രനുണ്ട് എന്നതാണ് വസ്തുത. കാസർഗോഡ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ മത്സരിച്ച് വലിയ ഏതാണ്ട് വിജയത്തോടടുത്തുള്ള ഒരു തോൽവി, വിരലിലെണ്ണാവുന്ന വോട്ടുകൾക്ക് അല്ലെങ്കിൽ വളരെ താഴ്ന്ന വോട്ടുകൾക്ക് തോൽക്കുകയും പിന്നീട് കോടതിയിൽ നടപടിക്രമങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ അതിനോട് ഏതാണ്ട് അടുത്ത ഒരു ജില്ലയിലേക്ക് കെ സുരേന്ദ്രൻ വരുമ്പോൾ BJP അതിൻ്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായും ആ മണ്ഡലത്തിൽ വിനിയോഗിക്കും എന്നുറപ്പാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 72,000 വോട്ടുകളാണ് തുഷാർ വെള്ളാപ്പള്ളി വയനാട് നേടിയത്. അതിനു മുമ്പ് നടന്ന മത്സരത്തിൽ 80,000 വോട്ടുകൾ BJP സ്ഥാനാർത്ഥി നേടുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 75 മുതൽ 80,000 വരെ വോട്ടുകൾ നിലവിൽ അടിസ്ഥാന വോട്ടുകളായി BJPക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഗണ്യമായൊരു മുന്നോട്ട് പോവുകയും അതൊരു വിജയമാക്കി മാറ്റുകയും ചെയ്യുക എന്നത് തന്നെയാണ് കെ സുരേന്ദ്രൻ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രസ്റ്റീജ് മണ്ഡലമായി കരുതുന്ന ഇടം അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ താവളമായി കരുതുന്ന ഇടമാണ് വയനാട്. കാരണം ഈ ഉത്തരേന്ത്യൻ മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ചാൽ വിജയസാധ്യത വലിയ തോതിലില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഉത്തരേന്ത്യയിൽ നിന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലേക്ക് എത്തുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം തന്നെ കേരളത്തിൽ വലിയ ഊർജ്ജമായി UDFന് മാറുകയും 19 സീറ്റുകളിലും UDF വിജയിക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും അതേ തരംഗം ഇത്തവണയും ആഞ്ഞു വീശും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കുമ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ സമാഹരിച്ച് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കണം. കേരളത്തിൽ നിന്ന് ജയിക്കുന്ന പല MP-മാരും ഒരുപക്ഷെ കേന്ദ്രമന്ത്രിമാരാവും എന്നടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലെ പോലെ ഇത്തവണയും കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് പക്ഷേ കൃത്യമായ വിശദീകരണം നൽകി കോൺഗ്രസിന് മാത്രമായി ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്ത്യ മുന്നണിയുടെ പിൻബലത്തിൽ മാത്രമാണ് കോൺഗ്രസിന് മുന്നിലേക്ക് പോകാൻ കഴിയൂ. അതിലും രാഹുൽ ഗാന്ധിക്ക് ഒരു തരത്തിലും പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യതകൾ ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ LDF ക്യാമ്പ് ഈ പ്രചാരണങ്ങളെ നേരിടുന്നത്. എന്നാൽ ഒരു MP എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അങ്ങേയറ്റം പരാജയമാണ് എന്നാണ് BJP ക്യാമ്പ് വാദിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുക്കപ്പെട്ട് വിജയിച്ച ശേഷം വളരെ അപൂർവം സമയങ്ങളിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുന്നത്. ഒരു MP മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അത് വലിയ ആഘോഷമാക്കി മാറ്റുന്ന ഒരു അപൂർവ കാഴ്ച വയനാട്ടിൽ കാണാൻ കഴിയുന്നു. അവിടെ വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്താൻ UDFന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് തന്നെയുള്ള മണ്ഡലത്തെ കൃത്യമായി നോക്കുന്ന ഒരാൾ വേണം അവിടുന്ന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് പോവാൻ എന്നാണ് LDFും BJPയും ഒക്കെ ആരോപിക്കുന്നത്. എന്തായാലും ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കെ സുരേന്ദ്രൻ കൂടി മത്സര രംഗത്തേക്ക് എത്തുന്നത്. അതോടുകൂടി വയനാട്ടിലെ മത്സര ചിത്രം കുറച്ചുകൂടി കടുക്കുന്നു. കുറച്ചുകൂടി വാശിയേറിയ പോരാട്ടം വയനാട്ടിൽ ഇത്തവണ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പാർവതി, ശരി. രാഹുൽ ഗാന്ധി ഏപ്രിൽ 1-നാണ് കേരളത്തിലെത്തുക. അന്ന് നാമനിർദ്ദേശ പത്രിക നൽകും, റോഡ് ഷോയും ഉണ്ടാകും. പ്രധാനമന്ത്രി 2 തവണ കൂടി കേരളത്തിലെത്തിയേക്കാം. കോൺഗ്രസിന്റെയും BJPയുടെയും കൂടുതൽ ദേശീയ നേതാക്കളും പ്രചരണത്തിനെത്തും. വിവരങ്ങൾ നൽകിയത് VV വിനോദും MS അനീഷ് കുമാറും.